ഹായ് ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലം എന്ന പേപ്പറിൽ 3rd യൂണിറ്റിലേക്ക് പോവാണ്. നിങ്ങൾക്ക് സ്ക്രീന് കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വെൽക്കം കാണുന്നുണ്ടോ? ഓക്കെ. സോ വെൽക്കം ടു ദ 3rd യൂണിറ്റ്, ഇന്റഗ്രേറ്റഡ് കരിക്കുലം ആൻഡ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ. ഇവിടെ 2 ടേംസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇന്റഗ്രേറ്റഡ് കരിക്കുലം. ഓക്കെ, അപ്പൊ നമ്മൾ അതിലേക്ക് എത്തിന് മുമ്പ് കരിക്കുലം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഇന്റഗ്രേറ്റഡ് കരിക്കുലത്തിലേക്ക് പോകും. അതിൽ ഇന്റഗ്രേറ്റഡ് കരിക്കുലം മാത്രമല്ല, സ്പൈറൽ കരിക്കുലം, വേറെ കരിക്കുലങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് കരിക്കുലം എന്ന വാക്ക് കേട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ കരിക്കുലത്തെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടില്ലേ? നമ്മളെ യൂണിറ്റിൽ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ടോ? കരിക്കുലം ഇതിനു മുമ്പ് ടോപ്പിക്കിൽ വന്നിട്ടുണ്ടോ? എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അല്ല, കരിക്കുലം എന്നുള്ള വാക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അതിന്റെ സയന്റിഫിക് ആയിട്ട് നമുക്ക് പഠിക്കാൻ വന്നിട്ടുണ്ടാവില്ല അല്ലെ? ഓക്കെ, പക്ഷെ കരിക്കുലം എന്നുള്ളൊരു കോൺസെപ്റ്റ്, നിങ്ങൾക്ക് എന്താ കരിക്കുലത്തെ കുറിച്ച് അറിയാം? അപ്പൊ നമ്മളൊരു കരിക്കുലം, സിലബസ്, ഇതിനൊക്കെ 2 ടേംസ് എങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ശരിക്കും എന്താണ് കരിക്കുലം അല്ലെങ്കിൽ എന്താണ് സിലബസ്, ഇത് തമ്മിൽ ഡിഫറൻസ് എന്താ, അതൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ചോദിക്കാണ്. ആക്ച്വലി എന്താണ് കരിക്കുലം? നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് അറിയാം? നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. സ്കൂളിൽ കുട്ടികൾക്ക് മൊത്തത്തിൽ കൊടുക്കുന്ന ആക്ടിവിറ്റീസുകളല്ലേ ഒരു സ്റ്റഡി പ്ലാനിങ് ആണ്, ഒരു ഹോളിസ്റ്റിക് പ്ലാനിങ് ആണ് കരിക്കുലം എന്ന് പറയുന്നത്. ഒരു കോഴ്സിലേക്ക് മൊത്തമായി നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് കരിക്കുലം എന്ന് പറഞ്ഞാല്. അതിലാണ് കരിക്കുലത്തിന്റെ ഭാഗമാണ് സിലബസ്. സിലബസിന്റെ ഒരു ടൂളാണ് ടെക്സ്റ്റ് അഥവാ കോഴ്സ് ബുക്ക്, ഹാൻഡ് ബുക്ക്, ഇതൊക്കെ അതിന്റെ ടൂളുകളാണ്. ഓക്കെ, അപ്പൊ കരിക്കുലത്തില് നമ്മളൊരു കോഴ്സിൽ ചെയ്യേണ്ട എല്ലാ പ്രോഗ്രാംസും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഇൻക്ലൂഡിങ് ആർട്സ്, സ്പോർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. സിലബസ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് പഠിക്കേണ്ട എഡ്യൂക്കേഷണൽ പാർട്ടാണ്, ഒരു ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ ആണ്, ടീച്ചിങ് മെത്തേഡ്സ് ആണ്, സം അഡ്വൈസസ് ഓൺ ഹൗ ടു ടീച്ച് ദ സബ്ജക്ട്, അതിന്റെ കോണ്ടന്റ് ഏരിയാസ് ഒക്കെയാണ് സിലബസിൽ വരിക. ഓക്കെ, അപ്പം നമ്മളൊരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ കരിക്കുലം വായിക്കണം എന്നാണ് ആദ്യം പറയാം. ദെൻ സിലബസ് നമ്മൾ കാണേണ്ടതുണ്ട്. സിലബസിൽ പഠിക്കാനുള്ള ഏരിയ മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ ഇന്റഗ്രേറ്റഡ് കരിക്കുലം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. പെഡഗോജിക്കൽ അപ്രോച്ച് ദാറ്റ് കണക്ട്സ് ടു മോർ ഏരിയാസ് ഓഫ് സ്റ്റഡി ബൈ കട്ടിങ്. ബൈ അല്ലട്ടോ, അവിടെ എന്തോ ഡെഫിനിഷനിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ബൈ കട്ടിങ് എന്നുള്ളതല്ല, അവിടെ എന്താണ് വരിക എന്നുള്ളത് നോക്കണം. അക്രോസ് സബ്ജക്ട്സ് ആൻഡ് എംഫസൈസിങ് യൂണിഫൈങ് കോൺസെപ്റ്റ്, അഥവാ ഡിഫറെന്റ് സബ്ജക്റ്റുകളിൽ അഥവാ ഡിഫറെന്റ് ഡിസിപ്ലിനുകളിൽ, ഡിസിപ്ലിൻ എന്ന് പറയും, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും, സബ്ജക്ട് എന്ന് പറയും കേട്ടോ. പിന്നെ 3 ടേംസ് നമ്മൾ ഉപയോഗിക്കും. ഡിഫറെന്റ് സബ്ജക്റ്റുകളിൽ അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന, ഡിഫറെന്റ് ഡിസിപ്ലിൻസിനെ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു കരിക്കുലം ഫ്രെയിം ചെയ്യുന്നതാണ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം എന്ന് പറയുന്നത്. സോ ഡിഫറെന്റ് ആയ സബ്ജക്റ്റുകൾ ഒരു കോഴ്സിന്റെ ഭാഗമായി അതെല്ലാതും ഒരുമിച്ച് പഠിപ്പിക്കുന്ന രീതിയാണ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാവ് സ്റ്റുഡൻസ് ടു മേക്ക് കണക്ഷൻ ബിറ്റ്വീൻ സബ്ജക്ട്സ്. ഇപ്പൊ മാത്സ്, ഫിസിക്സ്, ബയോളജി, ഇങ്ങനെ പല സബ്ജക്റ്റുകൾ ഉണ്ടാവും. ഇതിലൊക്കെ കോമൺ ആശയങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് മനസ്സിലാക്കി കൃത്യമായി അതിനെ പ്ലാൻ ചെയ്ത് പഠിപ്പിക്കുന്നതാണ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റുഡൻസിന് എന്തുണ്ടാകും? ഡിഫറെന്റ് സബ്ജക്റ്റുകളെ കുറിച്ചിട്ട് കൃത്യമായ ഒരു ആശയം ഉണ്ടാകും, അതിന്റെ കോൺസെപ്റ്റുകളെ കുറിച്ച് കൃത്യമായ ഐഡിയ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ബൈൻഡ്സ് മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ഇൻടു എ കോമൺ തീം. അപ്പൊ ഒരേ ആശയം വരുന്ന അല്ലെങ്കിൽ ഒരേ ആശയത്തിലേക്ക് ഉൾക്കൊള്ളുന്ന പല സബ്ജക്റ്റുകളെ, ഒരു കുട്ടിക്ക് അറിയേണ്ട പല സബ്ജക്റ്റുകളെ ഒരുമിച്ച് ചേർത്തിട്ടാണ് കരിക്കുലം ഫ്രെയിം ചെയ്യുന്നത്, ഇന്റഗ്രേറ്റഡ് കരിക്കുലം ഫ്രെയിം ചെയ്യുന്നത്. ആൻഡ് സ്ട്രൈവ് ടു പ്രൊവൈഡ് എ ഡെപ്ത് ഓഫ് നോളജ് അറ്റ് ഓൾ ലെവൽസ്. അതിലൂടെ ഒരു കുട്ടിക്ക് നോളജിൽ ഡെപ്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്താൽ ആ കോഴ്സിൽ വ്യത്യസ്ത തരത്തിലുള്ള പേപ്പറുകൾ ഉണ്ടാവും. അപ്പൊ B.Ed ആണ്. ഇതിൽ നിങ്ങൾക്ക് പെഡഗോജിക് അനാലിസിസിന്റെ ഭാഗമുണ്ട്, അതുപോലെ സൈക്കോളജിന്റെ ഭാഗമുണ്ട്, ഫിലോസഫിന്റെ ഭാഗം ഉണ്ടാവാം, ICT അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻസിനെ, ഡിഫറെന്റ് സബ്ജക്റ്റുകളെ ഒരുമിച്ച് ചേർത്ത് നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാക്കുന്നതാണ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഇന്റഗ്രേറ്റഡ് കരിക്കുലാണ്. കരിക്കുലത്തില് ഈ സബ്ജക്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതി വെച്ചിട്ട് ഇവിടെ ഒരു 4 ടൈപ്സ് ഓഫ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം ആണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ കണക്റ്റഡ് എന്നുള്ളതാണ്. ഇതിൽ ഇങ്ങനത്തെ ടെക്സ്റ്റ് ബുക്കിൽ അതേ ടേംസ് കൊടുത്തതാണ് കേട്ടോ. കണക്റ്റഡ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം എന്നുള്ളതാണ്. സോ ടോപ്പിക് സറൗണ്ടിങ് ഡിസിപ്ലിൻസ് ആർ കണക്റ്റഡ്. ഒരു ഡിസിപ്ലിനുള്ളിൽ വരുന്ന ഒരേ പോലുള്ള ടോപ്പിക്കുകൾ കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്ന രീതിയാണ് കണക്റ്റഡ് ഇന്റഗ്രേറ്റഡ് കരിക്കുലത്തിൽ വരിക. അലോ സ്റ്റുഡൻസ് ടു റിവ്യൂ ആൻഡ് റീകോൺസെപ്റ്റലൈസ് ഐഡിയാസ്. അപ്പം ഒരേ പോലെയുള്ള ഒരു ഡിസിപ്ലിനിൽ തന്നെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനുള്ളിൽ തന്നെയുള്ള ഒരേപോലെയുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവും. ആ ടോപ്പിക്കുകളെ കണക്ട് ചെയ്ത് ഒരുമിച്ച് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നതാണ് കണക്റ്റഡ് എന്ന് പറയുന്ന ഇന്റഗ്രേറ്റഡ് കരിക്കുലം ടൈപ്പ്. ഓക്കെ, സെക്കൻഡ് വൺ സീക്വൻസ്ഡ് ആണ്. സീക്വൻസ്ഡ് എന്ന് പറഞ്ഞാൽ സിമിലർ ഐഡിയാസ് ആർ ടോട്ട് ടുഗദർ. അപ്പൊ നമ്മൾ ഈ കണക്റ്റഡും സീക്വൻസ്ഡ് ആകുമ്പോൾ ഒരേപോലെ തോന്നിപ്പോകും, നമുക്ക് ഒരേപോലെയുള്ള ഒരു പോയിന്റ്സ് ആയി തോന്നിപ്പോകും. ഇവിടെ റിക്വയർഡ് എ ലോട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ അമംഗ് ടീച്ചേഴ്സ്, പല സബ്ജക്റ്റുകൾക്കിടയിൽ. ഓക്കെ, ഇപ്പൊ കണക്റ്റഡ് ആകുമ്പോൾ മിക്കവാറും സെയിം ഡിസിപ്ലിൻ ഇടയിലാണ് കൂടുതൽ എന്തുണ്ടാവുക, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. എന്നാൽ സീക്വൻസ്ഡ് ആകുമ്പോൾ ഒരേ ഐഡിയ വരുന്ന അല്ലെങ്കിൽ ഒരേ തീം വരുന്ന അല്ലെങ്കിൽ ഒരേ ഐഡിയ വരുന്ന സിമിലർ ഐഡിയാസ് അല്ലെങ്കിൽ ഒരേ ഐഡിയ വരുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഒരേ രൂപത്തിലുള്ള ടോപ്പിക്കുകൾ ഒരുമിച്ച് പഠിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ടീച്ചിങ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ കുറിച്ചൊരു പഠനം ഫിസിക്സിൽ പഠിക്കാം, ബയോളജിയിൽ പഠിക്കാം, ഇപ്പോൾ ചിലപ്പോൾ ഇലക്ട്രോണിക്സിൽ പഠിക്കാം. ഇലക്ട്രോൺ ആ ഒരു ഇലക്ട്രോൺ അല്ല, ദാറ്റ് മീൻസ് ആ സെയിം ടോപ്പിക് തന്നെ പഠിക്കുക എന്നുള്ളതല്ല. പക്ഷെ ഇലക്ട്രോണ്, ന്യൂട്രോണ്, പ്രോട്ടോൺ എന്നൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ പഠിക്കേണ്ടി വരാം. എങ്കിൽ അതിനെ ഒരുമിച്ച് വെച്ച് പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ ഷെയർഡ് ആണ്. ടീച്ചേഴ്സ് പ്ലാൻ ടു ഇന്റഗ്രേറ്റ് യൂണിറ്റ്സ് എമംഗ് 2 ഡിസിപ്ലിൻസ്. 2 വ്യത്യസ്തമായ ഡിസിപ്ലിൻസിലെ അല്ലെങ്കിൽ 2 വ്യത്യസ്തമായ സബ്ജക്റ്റുകളിലുള്ള ടോപ്പിക്കുകൾ ടീച്ചേഴ്സ് പരസ്പരം ഇന്റഗ്രേറ്റ് ചെയ്യുക, പരസ്പരം കണക്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഷെയ്ഡ് എന്ന് പറയുന്നത്. സോ ഇത് തമ്മിലൊക്കെ ചെറിയ ചെറിയ നാരോ ഡിഫറൻസുകൾ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കണക്റ്റഡ് ആണെങ്കിലും അത് തന്നെയാണ് ഏകദേശം ഫീച്ചർ തന്നെയാണ് ഷെയ്ഡിലും വരുന്നത്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സ്ട്രക്ചർ ഓഫ് ഐ. അഥവാ നമ്മുടെ കണ്ണിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് ഒരു കുട്ടിക്ക് പഠിക്കണം, അവിടേക്ക് പോണ കാര്യങ്ങളെ കുറിച്ചൊക്കെ. സോ ദാറ്റ് കുഡ് ബി ടോട്ട് ബൈ ബയോളജി ടീച്ചർ ആൻഡ് ഫിസിക്സ് ടീച്ചർ. ഫിസിക്സ് ടീച്ചർ അതിലേക്കുള്ള ലെൻസും അല്ലെങ്കിൽ അതിന്റെ ഒരു F, 2F എന്നൊക്കെയുള്ള സംഭവങ്ങൾ അങ്ങനെ പഠിക്കാം. ബയോളജി ടീച്ചറും അതേപോലെ തന്നെ അതിലേക്ക് വരുന്ന എങ്ങനെയാണ് റെറ്റിനയിലേക്കും അല്ലെങ്കിൽ നമുക്ക് കണ്ണിൽ പ്രതിബിംബം വരുന്നത്, അതിന്റെ മിറർ എങ്ങനെ ഉണ്ടാവണേ, അല്ലെങ്കിൽ ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇവിടെ ഷെയറിംഗ് ആണ് ആക്ച്വലി. ഒരു സബ്ജക്റ്റിലുള്ള കാര്യങ്ങൾ തന്നെ വേറെ സബ്ജക്റ്റിലുണ്ട്. സോ അവർ തമ്മിൽ പരസ്പരം ഷെയർ ചെയ്ത് ആ ഒരു നോളജ് കുട്ടികൾക്ക് എത്തിച്ചേക്കാം. 4 വെബ്ഡ് ആണ്. ടീച്ചേഴ്സ് ഡിസൈഡ് ടു ബേസ് ഓൾ സബ്ജക്ട് ഏരിയാസ് അറൌണ്ട് എ സെൻട്രൽ തീം. നമുക്കറിയാം, ഒരു വലിയ തീം ഉണ്ടെങ്കിൽ അതിന്റെ ബേസിക് നോളജ് ഉണ്ടാവും, അതിന്റെ ഒരു ബേസ്. അത് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒന്നിച്ചു കൊടുക്കുക. ചിലപ്പോൾ ലാംഗ്വേജിൽ അങ്ങനെ ഉണ്ടാവാം, അതല്ലെങ്കിൽ ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലൊക്കെ ഒരു ബേസ് ഉണ്ടാവാം. ആ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസുകൾ തമ്മിൽ കണക്ട് ചെയ്യുക. അത് പല സബ്ജക്റ്റുകൾ, പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ബേസുകൾ തമ്മിൽ കണക്ട് ചെയ്ത് അത് ഒരേ വർഷം പഠിപ്പിക്കുന്ന രൂപത്തിലേക്കൊക്കെ സബ്ജക്റ്റിനെ, കരിക്കുലത്തിനെ ഫ്രെയിം ചെയ്യുന്ന രീതിയാണ് വെബ്ഡ് എന്ന് പറയുന്നത്. വിച്ച് മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ടു സീ ദ കണക്ഷൻ ടു തീം വിത്തിൻ ദ ഡിഫറെന്റ് സബ്ജക്ട്സ്. അപ്പോൾ ഡിഫറെന്റ് സബ്ജക്റ്റിൽ എന്തുണ്ടാവും, ഏകദേശം ഒരേ നാച്ചുറുള്ള തീമുകൾ ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് വെച്ച് ഒരേ സെമസ്റ്ററിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് എന്ത് കിട്ടും, ഈ ഒരു ആശയം കിട്ടും. ആ ആശയത്തിൽ നിന്ന് അവർക്കുള്ള എക്സ്പ്ലനേറ്ററി പോയിന്റിലേക്ക് അവർക്ക് പോകാൻ പറ്റും. സോ ഇങ്ങനെ കുറെ പലതരം ഡിസിപ്ലിനുകളിലുള്ള ഒരേ കോമൺ തീമിൽ വരുന്ന സബ്ജക്റ്റുകളെ കൂട്ടിവെക്കുന്ന പ്രോസസ്സാണ് വെബ്ഡ് എന്ന് പറയുന്നത്. ഇവിടെ എൻവയോൺമെന്റൽ പൊല്യൂഷനെ കുറിച്ചൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അത് കെമിസ്ട്രിയിലും ഫിസിക്സിലും ബയോളജി,
ജിയോഗ്രഫി, അങ്ങനെയുള്ള പല ഡിസിപ്ലിനുകൾ പല മേഖലയിൽ പഠിച്ചേക്കാം. അപ്പം അതിനെയൊക്കെ എന്ത് ചെയ്യുക, ബേസിക് ആയിട്ട് ഇത് എവിടെ പഠിക്കണം, ഏത് ക്ലാസ്സിൽ പഠിക്കണം, എപ്പോൾ പഠിക്കണം എന്നൊക്കെ ഉള്ള ഒരു കോമൺ ഐഡിയ ഉണ്ടാക്കി അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്റഗ്രേറ്റഡ് കരിക്കുലത്തിന്റെ പ്രത്യേകത. ഇവിടെ ഈ 4 ടൈപ്പ് ഓഫ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം ആണെങ്കിലും അതിനെല്ലാത്തിന്റെയും ഒരു കോമൺ തീം എന്ന് പറയുന്നത് ഒരേ കോണ്ടന്റ് വരുന്ന അല്ലെങ്കിൽ ഒരേ തീമിൽ വരുന്ന ആശയങ്ങൾ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ട് അത് എവിടെയാണ് അവർക്ക് പ്ലേസ് ചെയ്യേണ്ടത്, ഏത് സെമസ്റ്ററിൽ ഏത് ഭാഗത്ത് എങ്ങനെയാണ് അത് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളത് കൃത്യമായി പ്ലാൻ ചെയ്യേണ്ടതിനെയാണ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം എന്ന് പറയുന്നത്. ഇവിടെ പല ഡിസിപ്ലിൻസ് തമ്മിൽ, പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ എപ്പോഴും ഒരു കോർഡിനേഷൻ ഉണ്ടാകും. പല ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ കരിക്കുലം സിലബസ് ഫ്രെയിം ചെയ്യുമ്പോഴും ഒക്കെ പരസ്പരം കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകും. അങ്ങനെ കുട്ടികൾക്ക് പഠിക്കാൻ ഉള്ള സുഖത്തിന് വേണ്ടിയിട്ട് ഈ സിലബസ് ഫ്രെയിം ചെയ്യുമ്പോൾ മറ്റു ഡിപ്പാർട്ട്മെന്റുമായി ഇന്റഗ്രേറ്റ് ചെയ്ത് കരിക്കുലം ഫ്രെയിം ചെയ്യുന്നതിനെയാണ് ഈ ഒരു ടൈപ്സ് ഓഫ് കരിക്കുലത്തിൽ വരുന്ന പ്രത്യേകത. ഇതിന് അഡ്വാൻറ്റേജസ് ഒക്കെ പറയുമ്പോൾ അതിൽ മെൻഷൻ ചെയ്യുകയും ചെയ്യും. ഇനി ഇതിനെങ്ങനെ ഫീച്ചേഴ്സ് പറയുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതിനെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരും കേട്ടോ. കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്റഗ്രേറ്റഡ് കരിക്കുലാണ്. പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്തൊക്കെ? ഒന്ന്, കരിക്കുലം ഈസ് അലൈൻ ടു ബോത്ത് സ്റ്റേറ്റ് ആൻഡ് നാഷണൽ സ്റ്റാൻഡേർഡ്സ്. നമുക്ക് ഒരു കരിക്കുലം ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിന്റെയും നാഷണൽ അഥവാ നമ്മുടെ സംസ്ഥാനത്ത് അതിന്റെ സ്റ്റാൻഡേർഡ് എന്ത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ അവസ്ഥ നോക്കിയിട്ടും ഇന്ത്യയിൽ മൊത്തമായി നാഷണൽ ലെവലിലും അതിന്റെ ഒരു ഇമ്പോർട്ടൻസും അതിന്റെ ഫീച്ചേഴ്സും ഒക്കെ നോക്കിയിട്ടാണ് ഇന്റഗ്രേറ്റഡ് കരിക്കുലത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. ഇപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റഡ് BEdലേക്കൊക്കെ പോകുന്ന ഒരു സമയമാണ്. കാരണം ഡിഗ്രീന്റെ കൂടെ BEd ആഡ് ചെയ്തിട്ട് പരസ്പരം ഒരേപോലെ വരുന്ന സബ്ജക്റ്റുകൾ കമ്പൈൻ ചെയ്ത് ബാക്കിയുള്ള എക്സ്ട്രാ വരേണ്ട കാര്യങ്ങളെ വേറെ പേപ്പറായി തന്നെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇന്റഗ്രേറ്റഡ് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ BEdൽ വരാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെന്നാണ്, സ്റ്റാൻഡേർഡ് നോക്കണം എന്നാണ് ഒന്ന്. രണ്ട്, എ ക്ലിയർ ഫോക്കസ് ഫോർ ദ കരിക്കുലം മസ്റ്റ് ബി പ്രസന്റ് ടു ഹെൽപ്പ് ദ ടീച്ചർ ടു ഐഡന്റിഫൈ ദ ടോപ്പിക്സ് or areas of study that are to be included in the instruction. അപ്പോൾ എ ക്ലിയർ ഫോക്കസ് ഫോർ ദ കരിക്കുലം മസ്റ്റ് ബി പ്രസന്റ്. നിർബന്ധമായും ഒരു ക്ലിയർ ഫോക്കസ് നിർബന്ധമായിട്ടുണ്ടാവണം. ഓരോ സബ്ജക്റ്റിലും ഓരോ ഡിസിപ്ലിൻസിലും എന്തൊക്കെ കോണ്ടന്റുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഫോക്കസ്ഡ് ഏരിയാസ് നിർബന്ധമായും കീപ്പ് ചെയ്യണം. കൂടെ ഇറ്റ് ഷുഡ് ഹെൽപ്പ് ദ ടീച്ചർ ടു ഐഡന്റിഫൈ ദ ടോപ്പിക്സ് ആൻഡ് ഏരിയാസ് ഓഫ് സ്റ്റഡി. അപ്പൊ ഓരോ ടീച്ചർമാർക്കും അവരുടെ ടോപ്പിക്സിൽ അല്ലെങ്കിൽ അവരുടെ സബ്ജക്റ്റിൽ എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാവണം. ദാറ്റ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. അതൊക്കെ ഇൻസ്ട്രക്ഷനിൽ കൊടുക്കണം. അപ്പം ഒരു സബ്ജക്ട് പ്ലാൻ ചെയ്യുമ്പോൾ, ഒരു കോഴ്സിലുള്ള കരിക്കുലം പ്ലാൻ ചെയ്യുമ്പോൾ അതിലെ ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ ടോപ്പിക്സ് അടങ്ങിയിട്ടുണ്ട്, ഒരേ സ്വഭാവത്തിലുള്ള എന്തൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ അതിന്റെ ഇൻസ്ട്രക്ഷൻ സൈഡിൽ കൊടുക്കണം. കാരണം രണ്ട് ഡിസിപ്ലിൻസ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളതാണെന്നുള്ളത് കൊണ്ട് പരസ്പരം എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ചിട്ടും ഒരു അറിവ് ഉണ്ടായിരിക്കണം. തേർഡ്, ടീച്ചേഴ്സ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ് മസ്റ്റ് ബി അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് ബേസിക് റീഡിംഗ് ആൻഡ് മാത്തമാറ്റിക്കൽ സ്കിൽസ് ആർ ലിങ്ക്ഡ് വിത്ത് അതർ ആർട്ട് ഹ്യൂമാനിറ്റീസ് ബേസ്ഡ് സബ്ജക്ട്. ഇവിടെ അധ്യാപകർക്കും എഡ്യൂക്കേറ്റേഴ്സിനും പാരന്റ്സിനും എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു അറിവാണ് ചില ബേസിക് ക്വാളിറ്റീസ്, അല്ലെങ്കിൽ ചില ബേസിക് നോളജുകൾ, ചില ബേസിക് സ്കില്ലുകൾ എല്ലായിടത്തും ആവശ്യമാണ്. ഇപ്പൊ നമ്മളൊരു ഇംഗ്ലീഷ് വായിക്കാൻ അറിയാന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിന് മാത്രമല്ല, ബാക്കിയുള്ള ഏത് സബ്ജക്ട് പഠിക്കണമെങ്കിലും ലാംഗ്വേജ് വേണം. മാത്സ് പഠിക്കുന്നത് ഒരു മാത്തമാറ്റിക്സിലേക്ക് മാത്രമുള്ളതല്ല, ബാക്കിയുള്ള സബ്ജക്റ്റുകളിലും ആ മാത്സിന്റെ ബേസിക്സ് വരും. ഫിസിക്സിലൊക്കെ ഇഷ്ടം പോലെ വരാൻ സാധ്യതയുണ്ട്, വരാറുണ്ട്. അങ്ങനെ എല്ലാവരും തമ്മിൽ പരസ്പരം ലിങ്ക്ഡ് ആണ്, കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു അറിവ് ഇവിടെ അധ്യാപകർക്ക് ഉണ്ടാവണം എന്നാണ്. അപ്പോൾ ഇന്റഗ്രേറ്റഡ് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുമ്പോൾ രണ്ട് സബ്ജക്റ്റുകൾ തമ്മിൽ ബന്ധം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേണ്ടി വരും. ഒരു സബ്ജക്ട് പഠിച്ചാൽ അത് മറ്റൊരു സബ്ജക്ട് പഠിക്കാൻ ഈസി ആക്കും, അല്ലെങ്കിൽ പരസ്പരം അറിയേണ്ടി വരും എന്നാണ് പറയുന്നത്. 4, an integrated curriculum involves a group of teachers collaborate in planning and implementing the curricular programs. അപ്പോൾ ഒരു ഇന്റഗ്രേറ്റഡ് കരിക്കുലത്തിൽ നടത്തുന്ന എന്തൊരു പ്രോഗ്രാം ആണെങ്കിലും അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസ് എന്ത് ചെയ്യണം, കൊളാബറേറ്റ് ചെയ്യണം. കാരണം ഒരേ തീം വരുന്ന കോണ്ടന്റുകൾ വേറെ ഉണ്ടാവാം, റൈറ്റ്? ഇപ്പൊ നമ്മളിപ്പോ ഒരു കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും
അവിടെ BCA ഉണ്ടാവും, BBA ഉണ്ടാവും, CE ഉണ്ടാവും, പലതുണ്ടാവും. പക്ഷെ ഇതിൻ്റെയൊക്കെ ബേസിക് ആയ കുറെ സാധനങ്ങൾ ഉണ്ടാവും. അവർക്ക് ഒരുമിച്ച് നടത്താൻ പറ്റുന്ന പ്രോഗ്രാംസ് ഉണ്ടാവാം, ഒരുമിച്ച് നടത്താൻ പറ്റുന്ന സെമിനാറുകൾ ഉണ്ടാവാം. അപ്പം പരസ്പരം ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പരസ്പരം എന്ത് ചെയ്യണം, കൊളാബ് ചെയ്തിട്ട് വേണം പ്രോഗ്രാംസിനെ കണ്ടക്ട് ചെയ്യാൻ. സോ കരിക്കുലം പ്ലാനിങ്ങിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ടീച്ചേഴ്സ് ഉണ്ടാവണം എന്നാണ് മറ്റൊരു പോയിന്റ്. 5, ഡിഫറൻഷിയേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ വിത്തിൻ ദ ടോപ്പിക് ഓർ യൂണിറ്റ് ഈസ് അണ്ടർടേക്കൻ. എന്നാൽ ഓരോരോ യൂണിറ്റിൽ ഓരോരോ ടോപ്പിക്കിന് വേണ്ട ഡിഫറൻഷിയേഷൻസ് ഉണ്ടാവുകയും ചെയ്യും. കോമൺ ഫീച്ചേഴ്സ് ഉണ്ടാകും, പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും പറ്റുന്ന പ്രോഗ്രാമുകൾ വേറെയും ഉണ്ടാകും. 6, എ വെറൈറ്റി ഓഫ് അസസ്മെന്റ്സ് ആർ ഇൻക്ലൂഡഡ് അക്രോസ് ടോപ്പിക് ഓർ യൂണിറ്റ്. ഓരോരോ ടോപ്പിക്കിനും ഓരോ ഡിസിപ്ലിൻസിനും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടേതായ അസസ്മെന്റ് ടെക്നിക്കുകൾ അല്ലെങ്കിൽ ഇവാലുവേഷൻ ടൂളുകൾ അല്ലെങ്കിൽ ഇവാലുവേഷൻ പ്രോസസ്സുകൾ അതും നടത്താവുന്നതാണ്. എന്നാൽ ചില ഫീച്ചേഴ്സ് സെയിം ആയിരിക്കും എന്ന് മാത്രം. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം. ഈ ഇന്റഗ്രേറ്റഡ് കരിക്കുലത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്തിനാണ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നത്? ഫസ്റ്റ് വൺ, ഹെൽപ് സ്റ്റുഡൻസ് ടു അപ്ലൈ ക്രിട്ടിക്കൽ തിങ്കിങ് അക്രോസ് ദ ഡിഫറെന്റ് സബ്ജക്ട്സ് ഓഫ് സ്റ്റഡി ലൈക്ക് മാത്സ്, സോഷ്യൽ സ്റ്റഡീസ്, സയൻസ്, ആർട്ട് എക്സെട്ര. നമുക്കറിയാം ഒരു കോഴ്സിന് പകരം ഒരു കുട്ടി പലതരത്തിലുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല കോഴ്സിന്റെയും ഭാഗമായിട്ട് ഇങ്ങനെ ഡിഫറെന്റ് സബ്ജക്റ്റുകളും ഡിഫറെന്റ് ഏരിയാസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതുപോലെ തന്നെ അവരുടെ ഡിഫറെന്റ് സബ്ജക്ട്സ് ഓഫ് സ്റ്റഡി, ഒരു കുട്ടി തന്നെ ഡിഫറെന്റ് മേഖലയിൽ പഠിച്ചു പോകാൻ വേണ്ടിയാണ്. ഒരു കുട്ടിക്ക് ഇപ്പൊ നമ്മള് ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ സയൻസ് ഉണ്ടാകും, പിന്നെ ഹിസ്റ്ററി ഉണ്ടാകും, ഇംഗ്ലീഷ് ഉണ്ടാകും, എക്കണോമിക്സിന്റെ പേപ്പർ ഉണ്ടാകും, അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ ഉണ്ടാവും. സോ അതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് കുട്ടിക്ക് ഡിഫറെന്റ് ആയ പെർസ്പെക്റ്റീവുകൾ കിട്ടും, ക്രിട്ടിക്കൽ തിങ്കിങ് കിട്ടും, പല സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യും. സെക്കൻഡ് വൺ, ഇമ്പ്രൂവ് ദ കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് സ്കിൽസ്. ആ കുട്ടിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളും ഡിഫറെന്റ് ടാസ്കുകളും വരുമ്പോൾ പലരുമായും കൊളാബറേറ്റ് ചെയ്യേണ്ടി വരും, പലരുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, സൊസൈറ്റിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, ഇന്റർ ഡിസിപ്ലിൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലും കൊളാബറേറ്റീവ് സ്കില്ലും കുട്ടികൾക്ക് വളരും. 3, ഹെൽപ് സ്റ്റുഡൻസ് ടു അക്വയർ സ്കിൽ ദാറ്റ് പ്രിപ്പയർ ദം ഫോർ ലൈഫ് ലോങ് ലേണിംഗ്. ഒരു കുട്ടി ഒരു സബ്ജക്ട് മാത്രം പഠിച്ചു പോകുമ്പോൾ അവരുള്ള സ്കില്ലുകൾ കുറയും. എന്നാൽ ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലുള്ള ഡിഫറെന്റ് ഡിസിപ്ലിൻസിലെ പല സബ്ജക്റ്റുകൾ പല സ്വഭാവത്തിലുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോൾ അവന് ലൈഫ് സ്കില്ലുകൾ കൂടും. അങ്ങനെ ലൈഫ് ലോങ് ലേണിങ്ങിന് അവനത് ഹെൽപ്പ് ചെയ്യും. കാരണം പിന്നീട് നമ്മൾ ഓരോരോ സ്പെസിഫിക് സബ്ജക്റ്റിലേക്ക് പോയാലും എല്ലാ സബ്ജക്റ്റിന്റെയും ഒരു ബേസും ഒക്കെ നമ്മളിൽ ഉണ്ടാവാൻ അത് കാരണമാവും. 4, എനേബിൾ പീപ്പിൾസ് ടു ഇവാലുവേറ്റ് റിട്ടൺ ഡോക്യുമെന്റ്സ് ആൻഡ് ബിക്കം ഗുഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ്. ഏതൊരു റിട്ടൺ ഡോക്യുമെന്റേഷൻ കണ്ടാലും അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അതിനെ അസസ് ചെയ്യാൻ കുട്ടിക്ക് പറ്റും. ആൻഡ് ഗുഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ്, എല്ലാവരുമായും എല്ലാ ഡിസിപ്ലിനുമായും ഏത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവിടുത്തെ ബേസിക് നോളജ് കുട്ടിക്ക് പലപ്പോഴും കിട്ടുന്നു എന്നതുകൊണ്ട് എല്ലാവരുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ കുട്ടിക്ക് പറ്റും. 5, ഡെവലപ്പ് ലോജിക്കൽ തിങ്കിങ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് സ്കിൽസ് ഇൻ സ്റ്റുഡൻസ്. നമുക്കറിയാം ഈ ഒരു ഇന്റഗ്രേറ്റഡ് കരിക്കുലത്തിൽ ചിലപ്പോൾ തിയറി ആൻഡ് പ്രാക്ടീസ്, തിയറിയും പ്രാക്ടിക്കലും ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യും. പലതരത്തിലുള്ള വർക്ക്ഷോപ്പുകളും അതല്ലെങ്കിൽ പേഴ്സണൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ കുട്ടിയിലുള്ള ലോജിക്കൽ തിങ്കിങ്ങും ഇൻവെസ്റ്റിഗേറ്റീവ് സ്കില്ലും കൂടും. കാരണം ചിലത് അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ റിസർച്ച് നടത്തിയിട്ട് കണ്ടെത്തേണ്ടതുണ്ടാവാം. ചിലത് ഗ്രൂപ്പ് വർക്കുകൾ ഉണ്ടാവാം, ചിലത് എൻക്വയറി ലേണിംഗ് ഉണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഒരു കുട്ടികളിൽ വ്യത്യസ്തമായ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. 6, ഡെവലപ്പ് മൈൻഡ്സ് ഇമാജിനേറ്റീവ് പൊട്ടൻഷ്യൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്. ഓൾറെഡി പറഞ്ഞു ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അഥവാ ദാറ്റ് മീൻസ് ഇമാജിനേഷൻ, റീസണിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇവാലുവേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുകൾ കുട്ടിയിൽ ഉണ്ടാകും. ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്, ഇതൊക്കെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ഇത്തരം സ്കില്ലുകൾ കുട്ടിയിൽ വളരുക എന്നുള്ളതാണ് ഇന്റഗ്രേറ്റഡ് കരിക്കുലത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇപ്പൊ പല സബ്ജക്റ്റുകൾ ഒരു കുട്ടി പഠിക്കേണ്ടി വരുമ്പോൾ, പല സ്വഭാവത്തിലുള്ള സബ്ജക്റ്റുകൾ പഠിക്കേണ്ടി വരുമ്പോൾ, പല വർക്കുകൾ കുട്ടിക്ക് ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ, പലരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അത്തരത്തിലൊക്കെയുള്ള സ്കില്ലുകൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇന്റഗ്രേറ്റഡ് കരിക്കുലത്തിന്റെ ഒരു പ്രത്യേകത. ദെൻ ലെവൽസ് ഓഫ് കരിക്കുലം ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേറ്റഡ് കരിക്കുലത്തിന്റെ ചില ലെവൽസ് ആണ് ഇവിടെ
പറയുന്നത്. 5 ലെവലുകൾ പറയുന്നു, അഥവാ 5 രീതികളായിട്ടൊക്കെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ കാണാം. ഒന്ന് ഡിസിപ്ലിൻ ഇന്റഗ്രേഷൻ ആണ്, അഥവാ ഒരു ഡിസിപ്ലിനിൽ വരുന്ന പല ടോപ്പിക്കുകൾ തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് ഡിസിപ്ലിൻ ഇന്റഗ്രേഷനിൽ പറയുന്നത്. ട്രഡീഷണൽ ഇന്റഗ്രേഷൻ അപ്രോച്ച് ആണ് ഈ ഒരു ഡിസിപ്ലിൻ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള വിഷയങ്ങളൊക്കെ ഡിസിപ്ലിൻസ് എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, സോ ടോപ്പിക്സ് ഓർ കോൺസെപ്റ്റ് വിത്തിൻ എ ഡിസിപ്ലിൻ ആർ ഇന്റഗ്രേറ്റഡ്. ഒരു ഡിസിപ്ലിനിൽ വരുന്ന പല കോൺസെപ്റ്റുകളും ചിലപ്പോൾ ഒരുപോലെ വരാം. അങ്ങനെയുള്ള പല ടോപ്പിക്കുകളെ, ഒരേ സ്വഭാവത്തിൽ വരുന്ന ടോപ്പിക്കുകളെ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെയും ഒരു ഡിസിപ്ലിനുള്ളിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഡിസിപ്ലിൻ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. 2, കമ്പൈൻഡ് ഇന്റഗ്രേഷൻ ആണ്. പെയർ സബ്ജക്ട് ദാറ്റ് ഹാവ് ആൻ എക്സ്പ്ലിസിറ്റ് കണക്ഷൻ. നേരിട്ട് കണക്ഷൻ ഇല്ല, പക്ഷെ രണ്ട് സബ്ജക്റ്റ് ആണ്, ഒരു പുറമേയുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അത്തരം സബ്ജക്റ്റുകളെ തമ്മിൽ പെയർ ചെയ്ത്, അത്തരം ഡിസിപ്ലിൻസിനെ തമ്മിൽ പെയർ ചെയ്ത് വെക്കുന്നതാണ് കമ്പൈൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. സിമിലർ ഐഡിയാസ് ഇൻ 2 സബ്ജക്ട്സ് ആർ ടോട്ട്, അഥവാ 2 വ്യത്യസ്ത സബ്ജക്റ്റിലുള്ള ഒരേപോലെ വരുന്ന ആശയങ്ങളെ ഒരുമിച്ച് വെക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് പഠിക്കുന്ന രീതിയാണ് കമ്പൈൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. സോ ഡിസിപ്ലിൻ ഇന്റഗ്രേഷനിൽ സെയിം ഡിസിപ്ലിനിൽ വരുന്ന പല ടോപ്പിക്കുകൾ ഒരേ സ്വഭാവം ഉണ്ടെങ്കിൽ ഒരുമിച്ച് വെക്കുന്നതാണ്. കമ്പൈൻഡിലേക്ക് പോകുമ്പോൾ 2 ഡിസിപ്ലിൻസ് ആണത്, 2 സബ്ജക്റ്റ് ആണ്. 2 സബ്ജക്റ്റിലെ ഒരേപോലെയുള്ള വരുന്ന ടോപ്പിക്കുകളെ ഒരുമിച്ച് പഠിക്കുക എന്നുള്ളതാണ്. 3, മൾട്ടി ഡിസിപ്ലിൻ ഇന്റഗ്രേഷൻ ആണ്. ഇവിടെ കമ്പൈൻഡിലാകുമ്പോൾ 2 ഡിസിപ്ലിൻസ് ആണ് എന്ത് ചെയ്യുന്നത്, കമ്പൈൻ ചെയ്തത്. ഇവിടെ മൾട്ടി ഡിസിപ്ലിൻ ഇന്റഗ്രേഷൻ ആണ്. കമ്പൈനിങ് 2 or more സബ്ജക്ട് ടുഗദർ. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇങ്ങനെയൊക്കെയുള്ള ഒരു 3 ടോപ്പിക്കുകൾ, 3 സബ്ജക്റ്റിലൊക്കെ ഒരേപോലെ വരുന്ന സംഭവങ്ങളെ ഒരുമിച്ച് വെക്കാം. ദേ കണക്ട് ത്രൂ എ സെൻട്രൽ തീം. അപ്പൊ അതിനെന്തുണ്ടാവും, ഒരു കോമൺ തീം ഉണ്ടാവും. അങ്ങനെ 3 ഡിഫറെന്റ് ആയ സബ്ജക്റ്റുകളെ ഒരുമിച്ച് ചേർത്ത് വെക്കുന്നതാണ് എന്ത്, മൾട്ടി ഡിസിപ്ലിൻ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാകും, 3 വ്യത്യസ്ത തരം സബ്ജക്റ്റുകൾ ഉണ്ടാവാം. ഓക്കെ. 4, ഇന്റർ ഡിസിപ്ലിനറി ഇന്റഗ്രേഷൻ ആണ്. All the branches or subject categories of broad subjects are brought together. ഇവിടെ നമ്മളിപ്പോ മൾട്ടി ഡിസിപ്ലിൻ ഒരു 2 or more എന്ന് പറഞ്ഞു, അതിന്റെ അതേ ഫീച്ചറാണ് ഏകദേശം വരിക. ബ്രോഡ് ആയിട്ടുള്ള, അപ്പൊ പരസ്പരം ഒരു ബന്ധം ഉണ്ടാവണമെന്നൊന്നുമില്ല, ബട്ട് അവർ തമ്മിൽ കണക്ട് ചെയ്ത് നോക്കും. അതിൽ എന്തെങ്കിലും ഒരു കോമൺ തീം ഉണ്ടാകും, പക്ഷെ ബ്രോഡ് വ്യൂ ഉള്ള ബ്രോഡ് സബ്ജക്റ്റുകളെ, അഥവാ പകരം ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്നൊക്കെ തോന്നുന്ന സബ്ജക്റ്റുകൾ വരെ ഒരു കോഴ്സിന്റെ ഭാഗമാക്കി വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇന്റർ ഡിസിപ്ലിനറി ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. 5, ട്രാൻസ് ഡിസിപ്ലിനറി ഇന്റഗ്രേഷൻ ആണ്. മേക്കിംഗ് കണക്ഷൻ ബിറ്റ്വീൻ സബ്ജക്ട്സ് ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ദ ലേണേഴ്സ് വിത്ത് റിയൽ ലൈഫ്. ഇവിടെ ഈ കുട്ടികളുടെ സ്റ്റുഡൻസിന്റെ റിയൽ ലൈഫിലുള്ള കണ്ടന്റുകളെ അല്ലെങ്കിൽ റിയൽ ലൈഫിലേക്ക് ഈ സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ് ഡിസിപ്ലിനറി ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ലേണേഴ്സിനെയാണ്, ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസിനെയാണ്. ഓക്കെ, അപ്പം ഒരു ഡിസിപ്ലിനിൽ വരുന്ന പല സബ്ജക്റ്റുകളെ ഒരുമിച്ച് വെക്കുക, ഡിസിപ്ലിൻ ഇന്റഗ്രേഷൻ. കമ്പൈൻഡ് ആകുമ്പോൾ 2 സബ്ജക്റ്റുകൾ ഉണ്ടാവാം, മൾട്ടി ആകുമ്പോൾ 2 അധികം സബ്ജക്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്ത് വെക്കാം. ഇന്റർ ഡിസിപ്ലിൻ ആകുമ്പോൾ നല്ല വൈഡ് റേഞ്ചിലുള്ള അല്ലെങ്കിൽ ബ്രോഡ് സബ്ജക്റ്റുകളെ തമ്മിൽ 2 വലിയ സബ്ജക്റ്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് വെക്കാം. ദെൻ ട്രാൻസ് ഡിസിപ്ലിനറി ആകുമ്പോൾ കുട്ടികളുടെ ലേണേഴ്സിന്റെ പേഴ്സണൽ ലൈഫിലെ എക്സ്പീരിയൻസിനെ കൂടി നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമായി കണക്ട് ചെയ്ത് വെക്കുന്നതാണ് ട്രാൻസ് ഡിസിപ്ലിനറി ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 5 ലെവൽ ഓഫ് കരിക്കുലം ഇന്റഗ്രേഷൻ ആണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഹലോ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഇതൊക്കെ കേട്ടിട്ട് എന്താ തോന്നണേ? കുറച്ച് ബോറിംഗ് ഏരിയ തോന്നുന്നു. ആ തോന്നലുണ്ടായിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. കരിക്കുലം ഇതിൽ നമ്മളിത് ഡയറക്റ്റ് നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അതിന്റെ വ്യത്യാസങ്ങൾ നമ്മൾ നേരിട്ട് ഇങ്ങനെ കാണുന്നതോ അല്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് അറിയാം. നമ്മളിപ്പോ +2 സയൻസിൽ തന്നെ ഇങ്ങനെ പല വിഷയങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിൽ പല വിഷയങ്ങൾ പഠിക്കണു, അങ്ങനെ കോമൺ, പിന്നെ അതിനൊക്കെ ഒരു കോമൺ സ്ട്രക്ചർ ഉണ്ടാവാം, അതൊക്കെ അറിയാമെന്നല്ലാണ്ട് കാരണം ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനമായിട്ട് കണ്ടാൽ മതി. ഓക്കെ, ഇനി മോഡൽസ് ഓഫ് കരിക്കുലം ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ അടുത്തൊരു ടോപ്പിക്കാണ്. 3 മോഡൽസ്. എൻസെന്യു എന്ന് പറഞ്ഞ ഒരാളാണ് കേട്ടോ. ആ ജെ അവിടെ സൈലന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. എൻസെന്യു എന്നാണ്. അഡ്വക്കേറ്റ്സ് മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷൻ,
ഇന്റർ ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷൻ, ട്രാൻസ് ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷൻ. നേരത്തെ പറഞ്ഞ ടോപ്പിക്കുകളുടെ ഏകദേശം ഒരു കുറച്ചൊന്ന് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. അപ്പൊ അതിൽ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷൻ ആണ്. ഓക്കെ, മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷൻ. ഇവിടെ മൂന്നെണ്ണം പറഞ്ഞത്, ഒന്ന് മൾട്ടി ഡിസിപ്ലിനറി, രണ്ട് ഇന്റർ ഡിസിപ്ലിനറി, മൂന്ന് ട്രാൻസ് ഡിസിപ്ലിനറി. സോ മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാല് എന്ത്, അതിന് കുറച്ച് പോയിന്റ്സ് ആണ്. ഡ്രോയിങ് നോളജ് ഫ്രം ഡിഫറെന്റ് ഡിസിപ്ലിൻസ് ടു സ്റ്റഡി എ ടോപ്പിക്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഒരു ടോപ്പിക് പഠിക്കാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ഡിസിപ്ലിൻസിൽ നിന്നുള്ള നോളജ് എടുക്കുക. മൾട്ടി ഡിസിപ്ലിനറി ആണ്, പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള കണ്ടന്റുകളെ എടുത്തു വെച്ച് ഒരു ടോപ്പിക്കിലേക്ക് മാറ്റി പഠിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റുഡൻറ് സ്റ്റഡി എ ടോപ്പിക് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ മോർ ദാൻ വൺ ഡിസിപ്ലിൻ. അപ്പം ഒരു ടോപ്പിക് ഉണ്ടാവും, അതിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാട്, വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ഉള്ള പല ടോപ്പിക്കുകൾ ഒരുമിച്ച് ചേർത്ത് പഠിക്കുക എന്നാണ് മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം പറയുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. അതിനൊരു സ്റ്റീൻബർഗിന്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നുണ്ട്, അക്കാഡമിക് ആൻഡ് ടെക്നിക്കൽ റിഗർ. ഇതിങ്ങനെ ഓരോ പോയിന്റാണ്. അക്കാഡമിക് ആൻഡ് ടെക്നിക്കൽ റിഗർ, ഒതന്റിസിറ്റി, അപ്ലൈഡ് ലേണിംഗ്, ആക്റ്റീവ് എക്സ്പ്ലോറേഷൻ, അഡൽട്ട് കണക്ഷൻ, അസസ്മെന്റ് പ്രാക്ടീസ്. അങ്ങനെ ഒരു 6 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷനിൽ പറയുന്നത്. ഒന്ന് അക്കാഡമിക് ആൻഡ് ടെക്നിക്കൽ റിഗർ ആണ്. അഥവാ ഈ കുട്ടികൾക്ക് എന്ത് വേണം, അക്കാഡമിക്കലായിട്ട് അറിവ് കിട്ടണം, ടെക്നിക്കൽ ആയിട്ട് അറിവ് കിട്ടണം. ഓക്കെ, സോ യൂണിറ്റ് ആർ ഡിസൈൻ ടു അഡ്രസ് ഈ ലേണിംഗ് സ്റ്റാൻഡേർഡ്സ്. കാരണം അക്കാഡമിക്കലി ആൻഡ് ടെക്നിക്കലി കുട്ടികൾ വളർന്നു വരണം എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിപ്പോ നമ്മള് ബി എഡിലൊക്കെ കാണാം, നമ്മുടെ ഇതിലൊക്കെ ICT, അതുപോലെ തന്നെ ഇപ്പൊ മൾട്ടിപ്പിൾ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇങ്ങനെയുള്ള പല, ഇപ്പോ ഈ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിന്റെ ഡിഗ്രിയിലൊക്കെ ജേർണലിസം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, സോഷ്യോളജിന്റെ ഭാഗങ്ങളുണ്ട്, ഹിസ്റ്ററിന്റെ ഭാഗങ്ങളുണ്ട്, എൻവയോൺമെന്റ് സ്റ്റഡിന്റെ ഭാഗങ്ങളുണ്ട്. അങ്ങനെ കുറെ ഭാഗങ്ങൾ, പല ഡിസിപ്ലിൻസ് എന്നുള്ള ടോപ്പിക്കുകൾ ഒരുമിച്ച് ചേർത്തൊരു ഡിഗ്രി എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അതേപോലെ പല ഡിസിപ്ലിനറിന്ന് അല്ലെങ്കിൽ ഡിസിപ്ലിൻസ് നിന്ന് എടുത്തിട്ട് ഒരു കോഴ്സിന്റെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാം. രണ്ട് ഒതന്റിസിറ്റി ആണ്. യൂണിറ്റ്സ് ആർ റിയൽ ഒതന്റിക് ഇൻഫർമേഷൻസ് ആണ് പല ടോപ്പിക്കിൽ എടുത്തിട്ടുണ്ടാവുക. ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള അവരുടെ ടേംസ്, അവരുടെ കീ പോയിന്റ്സ്, അവരുടെ ഇൻഫോർമേറ്റീവ് കോണ്ടന്റിനെയാണ് എടുത്തിട്ട് ഒറ്റ പേപ്പർ ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കോഴ്സ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അതാണ് ഒതന്റിസിറ്റി. ഒതന്റിക് ഇൻഫർമേഷൻസ് ആർ ടേക്കൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ യൂണിറ്റ്സ് യൂസ് റിയൽ വേൾഡ് കോണ്ടെക്സ്റ്റ്, അഥവാ റിയൽ ഇൻഫർമേഷൻസ്, ഒതന്റിക് ഇൻഫർമേഷൻസ് ആണ് എടുക്കുക. 3 അപ്ലൈഡ് ലേണിംഗ്, അഥവാ ഇതിലുള്ള കോണ്ടന്റുകളെ അല്ലെങ്കിൽ തീമിനെ എന്ത് ചെയ്യും, ഒരു അപ്ലിക്കേഷൻ ലെവലിലാണ് പഠിക്കുക. ഓക്കെ, അഥവാ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു അസൈൻമെന്റ് ആയിട്ട് ഉണ്ടാവും, അവരെന്ത് ചെയ്യും, അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് പഠിച്ച് കൂടുതൽ കണ്ടെത്തും. സോ അങ്ങനെ ഒരു പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ഓർ എൻക്വയറി ലേണിംഗ് മെത്തേഡ്സിലൂടെയാണ് ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം ഫ്രെയിം ചെയ്തിട്ടുണ്ടാവുക. അപ്പം ലേണിംഗിനെ, നോളജിനെ അപ്ലൈ ചെയ്ത് പഠിക്കാനുണ്ടാവും. ഓക്കെ, 4 ആക്റ്റീവ് എക്സ്പ്ലോറേഷൻ ആണ്. സോ ദർ ഈസ് ബിയോണ്ട് ദ ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. കുട്ടികൾ ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കുക മാത്രമല്ല, പുറത്തു പോയി ചിലപ്പോൾ എക്സ്പെരിമെന്റ്, ചിലപ്പോൾ എക്സ്പീരിയൻസിലുള്ള, ചിലപ്പോൾ ഇന്റർവ്യൂ, അത്തരത്തിലുള്ള പുറമേയുള്ള ലോകവുമായി കണക്ട് ചെയ്ത്, സൊസൈറ്റിയുമായി കണക്ട് ചെയ്തിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് പഠിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിൽ ഉണ്ടാകും. ദെൻ അഡൽട്ട് കണക്ഷൻ, അഥവാ അഡൽട്ട് മെന്റേഴ്സ് ഫ്രം കമ്മ്യൂണിറ്റീസ് ഇൻഡസ്ട്രി. ദാറ്റ് മീൻസ് നമ്മുടെ സോഷ്യൽ ബീയിങ്സ്, എൽഡേഴ്സ്, അവരുമായുള്ള, അവരെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്ത് അവരുമായി ഒരു ബോണ്ട് ഉണ്ടാക്കി പഠിക്കേണ്ട പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയേക്കാം. 6 അസസ്മെന്റ് പ്രാക്ടീസസ് ആണ്. ഇവിടെ വ്യത്യസ്ത തരം അസസ്മെന്റുകൾ ഉണ്ടാവും. ടീച്ചർക്ക് അസസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പ്രധാനമായിട്ടും ഒരു കുട്ടിക്ക് സ്വന്തം അസസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. സെൽഫ് അസസ്മെന്റിനുള്ള അവസരങ്ങൾ ഉള്ളതാണ്. അതുപോലെ തന്നെ ടീച്ചർക്ക് അസസ് ചെയ്യാൻ, കുട്ടികളുടെ വർക്കുകൾ അസസ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് അസസ്മെന്റ് ഓർ ഇവാലുവേഷൻ ക്രൈറ്റീരിയാസ് ആർ ദർ. അപ്പം ഡിഫറെന്റ് തരത്തിൽ ഒരു കുട്ടിയുടെ പഠനത്തിന് അല്ലെങ്കിൽ നോളജിനെ, സ്കില്ലുകളെ അസസ് ചെയ്യപ്പെട്ടേക്കാം. ഇങ്ങനെ ഒരു 6 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷന്റെ ഭാഗമായിട്ട് പറഞ്ഞത്. സോ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, പല ഡിസിപ്ലിൻസിൽ നിന്നുള്ള ടോപ്പിക്കുകളെ, ഒതന്റിക് ആയ ടോപ്പിക്കുകളെ എടുത്ത് ഒരു സിംഗിൾ ടോപ്പിക് ആയിട്ട്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട്, അല്ലെങ്കിൽ ഒരു കോഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം.
ദെൻ ഗോൾസ് ഓഫ് മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷൻ. ഇതിന്റെ ഗോൾസ് എന്താ? 4 ഗോൾസ് പറയുന്നുണ്ട്. ഒന്ന്, ഇൻക്രീസ് ആക്റ്റീവ് ലേണിംഗ്. പല സ്കില്ലുകള് പ്രാക്ടിക്കൽ നോളജിൽ ലൈഫ് എക്സ്പീരിയൻസ് നിന്ന് അഡൽട്ടുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതുകൊണ്ട് അവർ ആക്റ്റീവായി കുട്ടികൾ പഠിക്കേണ്ടി വരും. ആക്റ്റീവ് ലേണിംഗ് എന്ത് ചെയ്യും? എൻഷുർ ചെയ്യും. സെക്കൻഡ് വൺ, ഡെവലപ്പ് സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കരിയർ പ്ലാനിങ് സ്കിൽസ്. നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ പ്രൊഫഷണൽ ഓറിയന്റഡ് ആയിട്ടുള്ള അതിൽ നിന്നുള്ള കുറച്ച് കണ്ടന്റ് കൂടി എടുത്തു വരുമ്പോൾ നമുക്ക് എന്ത്, ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ ശ്രീനാരായണ ഗുരുവില് അവർക്ക് BA ഇംഗ്ലീഷ് ആണെങ്കിലും BA അറബിക് ആണെങ്കിലും ഒക്കെ ജേർണലിസത്തിന്റെ പേപ്പർ പഠിക്കാണ്ട്. അപ്പം അവർക്ക് ആ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ ജേർണലിസം പഠിക്കാനുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് അതിന്റെ ബേസിക് ആയ കുറെ കാര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ കുട്ടികൾ എന്ത് ചെയ്യും? എഡ്യൂക്കേഷണൽ ആൻഡ് കരിയർ പ്ലാനിങ് സ്കില്ലുകൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. 3, റീച്ച് എ ഡൈവേഴ്സ് പോപ്പുലേഷൻ. കുട്ടികൾക്ക് കേൾക്കുന്നുണ്ടോ? നമുക്ക് ഞാൻ ഇടയ്ക്ക് ഒരു കോൾ വന്നുകൊണ്ട് കേൾക്കണ്ടോ വെച്ചിട്ടോ, ഞാൻ ബ്രേക്ക് ആയോ നോക്കാൻ വേണ്ടിയാണ്. ഡൈവേഴ്സ് പോപ്പുലേഷൻസ്. കാരണം നമുക്കറിയാം കുറെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ ജേർണലിസ്റ്റുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, സോഷ്യോളജിസ്റ്റുമായി കണക്ട് ചെയ്യാൻ പറ്റണം, സൈക്കോളജിസ്റ്റുമായി കണക്ട് ചെയ്യാൻ പറ്റണം, IT ഫീൽഡിൽ അതുമായി കണക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഡിഫറെന്റ് പോപ്പുലേഷൻക്ക് ഈ കുട്ടികൾക്ക് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലത്തിന്റെ മറ്റൊരു ഗോള്, മറ്റൊരു പ്രത്യേകത. Then build community support for improving high schools. That means high learnings. Higher learning കുട്ടികൾക്ക് എന്ത് വേണം? ബിൽഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ട്. അവരുടെ സൊസൈറ്റിന്റെ ഒരു സപ്പോർട്ട് തേടണം. അതിനവർക്ക് സോഷ്യൽ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യണം, ഡിഫറെന്റ് പേഴ്സൺസുമായിട്ടുള്ള കോണ്ടാക്ട് വേണം. സോ അത്തരത്തിലൊരു കുട്ടിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേറ്റീവ് അവരുടെ കണക്ഷൻ വിത്ത് സൊസൈറ്റി, ഇത്തരം മേഖലയിലൊക്കെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷന്റെ എയിം. നെക്സ്റ്റ്, ലേണിംഗ് ലേണിംഗ് ഔട്ട്കംസ് ഓഫ് മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷൻ. എന്താണ് അതിലെ ടോപ്പിക്സ് പഠിച്ചാല് കുട്ടികൾക്ക് കിട്ടേണ്ടത്? ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണ്? 4 പറയുന്നുണ്ട്. ഒന്ന്, അപ്ലിക്കേഷൻ ഓഫ് ഓട്ടോണമി ഇൻ ലേണിംഗ്. കുട്ടികൾക്ക് പിന്നീട് സ്വയം പഠിച്ചെടുക്കാന്, കാരണം ഡിഫറെന്റ് ടോപ്പിക്കുകളെ കുറിച്ചൊരു ബേസിക് കുട്ടികൾ കിട്ടുമ്പോൾ പിന്നീട് വരുന്ന ഹയർ സ്റ്റഡീസിൽ കുട്ടികൾക്ക് ഓട്ടോണമസ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് ലേണിംഗിലേക്ക് എത്താം. 2, കൾട്ടിവേറ്റ് പ്രാക്ടിക്കൽ സ്കിൽസ്. പലതും പ്രാക്ടിക്കൽ ഓറിയന്റഡ്, പ്രാക്ടീസ് ഓറിയന്റഡ് ടോപ്പിക്സ് ആയതുകൊണ്ട് ചില പ്രാക്ടിക്കൽ നോളജുകൾ കുട്ടികൾക്ക് കിട്ടാം, പ്രാക്ടിക്കൽ സ്കില്ലുകൾ കിട്ടാം. 3, ഇംപ്രൂവ് പ്രോബ്ലം സോൾവിങ് സ്കില്ല്. കാരണം എൻക്വയറി ലേണിംഗ് ആണ്, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് പലപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടാകും. സോ അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽ ഡെവലപ്പ് ചെയ്യും. 3, കണക്ട് അക്കാഡമിക്സ്. സോ പല അക്കാഡമിക് ഫീൽഡുമായി, അക്കാഡമീഷ്യൻസുമായിട്ട് കുട്ടികൾക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. പല അക്കാഡമിക് ഫീൽഡിൽ കുട്ടികൾക്ക് പോകേണ്ടി വരും, അവിടെ കണക്ഷൻ ഉണ്ടാകും. സോ അവരുടെ അക്കാഡമിക്സിൽ ഒരു കണക്ഷൻ, ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി അതിലെ 2ാമത്തെ പോയിന്റ് ആണ് ഇന്റർ ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷൻ. നമ്മളിതിൽ 3 പറഞ്ഞു, കാണുന്നുണ്ടാകും. മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷൻ ആണ്. വ്യത്യസ്തമായ കുറെ ഡിസിപ്ലിൻസ് നിന്ന്, പല ടോപ്പിക്കുകളിൽ നിന്ന് അവരുടെ പല ടോപ്പിക്കുകൾ എടുത്ത് ഒരു കരിക്കുലം ഫ്രെയിം ചെയ്യാം. ഇവിടെ ഇന്റർ ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. സോ ഇന്റഗ്രേറ്റിംഗ് ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് മോർ ദാൻ 1 അക്കാഡമിക് ഡിസിപ്ലിൻ. അഥവാ ഇന്റർ എന്നുള്ള രണ്ട് ആളുകൾക്കിടയിലുള്ള ഒരു കണക്ഷനാണ്. ഒരു എക്സാമിന് തീം, ഇഷ്യൂ, ഗസിൻ, അങ്ങനെ. സോ പ്രധാനമായും ഒരു ഒന്നിലധികം, ദാറ്റ് മീൻസ് 2 or 3 ഒക്കെ ആയിട്ടുള്ള ഡിസിപ്ലിൻസിനെ തമ്മിൽ കണക്ട് ചെയ്ത് അതിൽ നിന്നൊക്കെ ഡാറ്റ ശേഖരിച്ച് അല്ലെങ്കിൽ ടോപ്പിക്സ് എടുത്ത് ഒരു കോഴ്സിന്റെ ഭാഗമാക്കുക. എന്താണ് അഡ്വാൻറ്റേജുകൾ? ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിംഗ് സ്റ്റുഡൻസ് കോംപ്രഹെൻഷൻ സ്കിൽ ആൻഡ് ഇൻക്രീസ്ഡ് റിറ്റൻഷൻ. കുട്ടികൾക്ക് പിന്നെ നോളജ് അക്വയർ ചെയ്യാനും സ്കില്ലുകൾ അക്വയർ ചെയ്യാനും. ഇതിപ്പോ നമുക്ക് മൾട്ടി ഡിസിപ്ലിനറിന്റെ ഒക്കെ പറയാൻ പറ്റും കേട്ടോ. ഇതിന്റെയൊക്കെ അഡ്വാൻറ്റേജസ് നമുക്ക് ഏകദേശം സെയിം ആയിട്ട് വരും. നോളജ് അക്വയർ ചെയ്യുക, സ്കിൽസ് അക്വയർ ചെയ്യുക, നമ്പർ 1. നമ്പർ 2, സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു അപ്ലൈ വാട്ട് ദേ ആർ ലേണിംഗ് ഇൻ റിയൽ വേൾഡ്. അഥവാ റിയൽ വേൾഡിലെ പ്രശ്നങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലെ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ ഹൗ ടു അപ്ലൈ ദിസ് ഇൻ ദെയർ ലൈഫ്. ഇതെങ്ങനെ ജീവിതത്തിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാൻ പറ്റും, എങ്ങനെ സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ഒരു അപ്ലിക്കേഷൻ ലെവലിൽ കുട്ടികൾ പഠിക്കും. 3rd one, it helps students to see how solution to problem. എങ്ങനെയാണ് how to find a solution for problem often require content knowledge. പലപ്പോഴും
ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആ വിഷയത്തെ കുറിച്ച് നമുക്ക് അറിയണം. സോ ആ നോളജ് കുട്ടികൾക്ക് ഉണ്ടാവും. അവർക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രോബ്ലം സോൾവിങ്ങിലേക്ക് പോകാൻ പറ്റും. ആൻഡ് സ്കിൽസ് ഓഫ് ഡിഫറെന്റ് ഡിസിപ്ലിൻസ് ദാറ്റ് ആർ ഇന്റർ കണക്റ്റഡ്. കാരണം ഇപ്പോ പിന്നെ ഡിഗ്രി പഠിക്കുന്ന കുട്ടിക്ക് ജേർണലിസവുമായി കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അതിൽ തന്നെ സൈക്കോളജിക്കലി ഉള്ള ടേംസ് ഉണ്ട്, അപ്പൊ അതുമായി കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ലാംഗ്വേജുമായി കണക്റ്റഡ് ആണ്. അപ്പൊ ഡിഫറെന്റ് ഡിസിപ്ലിൻസുമായി കുട്ടി കണക്ട് ആയതുകൊണ്ട് എങ്ങനെയാണ് സൊസൈറ്റിയിൽ വരുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ അവൻ പഠിക്കുന്ന ടോപ്പിക്കുമായി വരുന്ന ഒരു ഇഷ്യൂ ഡീല് ചെയ്യുക എന്നുള്ളത് കുട്ടികൾ പഠിക്കും എന്നുള്ളതാണ്. 4, ഡെവലപ്സ് പീപ്പിൾ മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് വാല്യൂസ്. കാരണം ഡിഫറെന്റ് പെർസ്പെക്റ്റീവുകൾ കിട്ടുമ്പോൾ കുട്ടികൾക്ക് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് ഉണ്ടാകും. ദാറ്റ് മീൻസ് ഓരോരോ സബ്ജക്ട് അല്ലെങ്കിൽ ഓരോരോ ഡിസിപ്ലിൻസിൽ നിന്ന്, വ്യത്യസ്ത മേഖലയിൽ നിന്ന് ഓരോരോ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ അതിനെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് എന്തുണ്ടാവും, ഒരു അവബോധം ഉണ്ടാകും, ഒരു കോൺസെപ്റ്റ് ഉണ്ടാകും, ഒരു വ്യൂ ഉണ്ടാകും. 5, it enhances their decision making skill and the ability to synthesize knowledge from different disciplines. ഡിഫറെന്റ് ഡിസിപ്ലിൻസ് എന്നുള്ള കുറെ അറിവുകൾ അവർക്ക് കിട്ടുകയാണ്. സോ അവരിൽ ഉണ്ടാകുന്ന മറ്റൊരു ക്വാളിറ്റിയാണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ കൊഗ്നിറ്റീവ് സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, സോഷ്യൽ സ്കില്ല്, ഇൻഡിവിജ്വൽ സ്കിൽസ്, ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചു വെച്ചാൽ ഈ എല്ലാത്തിലേക്കും നമുക്ക് എഴുതാൻ പറ്റും. 6, ഇറ്റ് ഇംപ്രൂവ് സ്റ്റുഡൻസ് എബിലിറ്റി ടു ഐഡന്റിഫൈ, ആക്സസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ. എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുക, എങ്ങനെയാണ് അതിലേക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് കുട്ടിക്ക് അറിയാം. ലാസ്റ്റ് വൺ, ഇറ്റ് ഫോസ്റ്റേഴ്സ് കൊളാബറേറ്റീവ് സ്കിൽസ് ഇൻ സ്റ്റുഡൻസ് ആൻഡ് ഡെവലപ്സ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേണിംഗ്. കുട്ടിയിൽ കൊളാബറേറ്റീവ് സ്കിൽ ഉണ്ടാക്കും. ഡിഫറെന്റ് ഡിസിപ്ലിൻസുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെ കോപ്പറേറ്റ് ചെയ്യാം, എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് കുട്ടി പഠിക്കും. ആൻഡ് ഡെവലപ്പ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേണിംഗ്. പഠനത്തോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ ഉണ്ടാക്കും. കാരണം ഓരോ കുട്ടിക്കും ഓരോ മേഖലയിലാണ് താല്പര്യം ഉണ്ടാവുക. സോ അവന് മേഖലയുടെ താല്പര്യം കൂടി അവന്റെ കോഴ്സിന്റെ ഭാഗമായി വരുമ്പോൾ അവൻ എന്തുണ്ട്, കുറച്ചുകൂടി അതിൽ താല്പര്യം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. Then the second steps in implementing interdisciplinary approach in classroom teaching. ഇങ്ങനെ രണ്ട് ഡിസിപ്ലിൻസ് നമ്മൾ കണക്ട് ചെയ്ത് നമ്മളൊരു കരിക്കുലം ഉണ്ടാക്കുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ഒരു 5-6 സ്റ്റെപ്പ് പറയുന്നുണ്ട്. ഒന്ന് പ്രീ ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ് ആണ്. The teachers have to plan and establish the topics. കൃത്യമായിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, ഈ രണ്ട് ഡിസിപ്ലിൻസിലുള്ള രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ടീച്ചേഴ്സ് ഒരുമിച്ചിരുന്ന് എന്തൊക്കെ ടോപ്പിക്സ് ആഡ് ചെയ്യണം, എന്ത് കൂട്ടണം, എന്ത് കുറക്കണം എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. 2, ഇൻട്രൊഡ്യൂസിങ് ന്യൂ മെത്തഡോളജി ടു സ്റ്റുഡൻസ്. ടീച്ചർ ഡെമോൺസ്ട്രേറ്റ് ഹൗ ടു അപ്രോച്ച് ദിസ്. കുട്ടികൾക്ക് മുന്നിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്ന് ടീച്ചർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നാണ്. 3, ടേക്കിംഗ് ഇൻ ടു ക്ലാസ് റൂം. സ്റ്റുഡൻസ് ആർ ഇൻഫോംഡ് ടു ഹൗ ടു എക്സ്പ്ലോർ ദ പ്രോബ്ലം. ഈ കോണ്ടന്റിനെ എന്ത് ചെയ്യണം, ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്ന് അതേ തിയറിറ്റിക്കൽ ബേസ് പഠിച്ച് എങ്ങനെയാണ് ഇതിന് കൂടുതൽ നോളജ് നമ്മൾ അക്വയർ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് കുട്ടികൾക്ക് ബോധം നൽകണം. 4, പ്രാക്ടീസിങ് ഇന്റർ ഡിസിപ്ലിനറി തിങ്കിങ്. സോ സ്റ്റുഡൻസ് they use knowledge from different disciplines in their analysis and find solution എന്ന് പറഞ്ഞത്. അഥവാ ഇന്റർ ഡിസിപ്ലിനറി തിങ്കിങ്, ദാറ്റ് മീൻസ് ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള കുട്ടികൾ ഓരോ തരത്തിൽ ചിന്തിക്കാം, അവർക്ക് ഓരോ നോളജാണ് ഉണ്ടാവുക. സോ അവരുടെ നോളജ് വെച്ച് അവര് എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ചിന്തിക്കുമ്പോൾ പരസ്പരം ആ തോട്ട്സ് അവർ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഇന്റർ ഡിസിപ്ലിനറി തിങ്കിങ് എന്നുള്ള സംഭവം അവിടെ എന്ത് ചെയ്യും, നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പം കുട്ടികൾ എന്ത് ചെയ്യും, ഡിഫറെന്റ് ഡിസിപ്ലിൻസ് എന്നുള്ള കുട്ടികൾ അവരുടേതായ രൂപത്തിൽ അനലൈസ് ചെയ്യും, സൊല്യൂഷൻസ് കണ്ടെത്തും, അത് ഷെയർ ചെയ്യും. അങ്ങനെ ഒരു ഇന്റർ ഡിസിപ്ലിനറി തിങ്കിങ് പ്രോസസ് അവിടെ നടക്കും. 5, പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്. ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും അതിനെ അനലൈസ് ചെയ്യുമ്പോൾ അതിനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഫീഡ്ബാക്കുകൾ കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ടീച്ചേഴ്സ് ഇവാലുവേറ്റ് സ്റ്റുഡൻസ് വർക്ക് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക്. 6 അസസ്മെന്റ് ആണ്. ഇങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ ഓരോരുത്തരുടെയും വർക്ക് എന്ത് ചെയ്യണം, അസസ്മെന്റിന് വിധേയമാക്കണം. പിന്നെ കുട്ടികൾക്ക് അവൻ ചെയ്ത വർക്കിനെ അവന് തന്നെ അസസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണം. ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് ഇവാലുവേഷൻ ഓർ സെൽഫ് അസസ്മെന്റ്. ഓരോ കുട്ടിയും തന്റെ പ്രവർത്തനങ്ങൾ അസസ് ചെയ്യാണ്. എനിക്ക് എത്രത്തോളം മനസ്സിലായില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അസസ് ചെയ്യാണ് സെൽഫ് അസസ്മെന്റ്. ദെൻ ട്രാൻസ് ഡിസിപ്ലിനറി ഇന്റഗ്രേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ 3 ഇന്റഗ്രേഷനെ കുറിച്ചാണ്
പറഞ്ഞത് മൾട്ടി ഡിസിപ്ലിനറി, ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് ട്രാൻസ് ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷൻ. അതിലെ ട്രാൻസ് ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷനെ കുറിച്ചാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. സോ ഡിമാൻഡ്സ് ലേണർ ടു ലേൺ ബിയോണ്ട് ദ ഡിസിപ്ലിൻസ്. സോ ട്രാൻസ് ആണ് നേരത്തെ പറഞ്ഞു, ഓരോരുത്തരുടെയും റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ആണ്, റിയൽ പ്രോബ്ലംസിനെ കണക്ട് ചെയ്യുന്നതാണ് ട്രാൻസ് ഡിസിപ്ലിനറി ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഡിമാൻഡ്സ് ലേണർ ടു ലേൺ ബിയോണ്ട് ദ ഡിസിപ്ലിൻസ്, നമ്മുടെ സബ്ജക്റ്റിന് പുറമെ റിയൽ വേൾഡിൽ ഇഷ്യൂസുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഡിസോൾവ്സ് ബൗണ്ടറീസ് ഓഫ് ഡിസിപ്ലിൻസ്, ഓരോ സബ്ജക്റ്റിന്റെയും ബൗണ്ടറി ബ്രേക്ക് ചെയ്തിട്ട് ഇൻവോൾവ് കൺസ്ട്രക്ഷൻ ഓഫ് മീനിങ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിയൽ വേൾഡ് പ്രോബ്ലംസ്. റിയൽ വേൾഡ് പ്രോബ്ലംസിലേക്ക് കുട്ടിയെ എത്തിക്കുന്ന പ്രോസസ്സാണ് ആക്ച്വലി ട്രാൻസ് ഡിസിപ്ലിനറി ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ കീ ഫീച്ചേഴ്സ് കൊടുത്ത് നോക്കുക. ടീച്ചിങ് മൂവ്സ് ബിയോണ്ട് ജസ്റ്റ് ടീച്ചിങ് അക്രോസ് ഡിസിപ്ലിൻസ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിൽ സബ്ജക്റ്റിന്റെ ഉള്ളിൽ മാത്രമല്ല റിയൽ വേൾഡ് ഇഷ്യൂസ് ഡീൽ ചെയ്ത് തുടങ്ങണം. 2, കൊളാബറേഷൻ ബിറ്റ്വീൻ ഡിസിപ്ലിൻസ് ടു ക്രിയേറ്റ് എ കൊഹസീവ് കരിക്കുലം. 2 ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ അല്ലെങ്കിൽ 2 ഡിസിപ്ലിൻസ് തമ്മിൽ നല്ല ഒരു കോഓപ്പറേഷൻ, ഒരു കൊഹഷൻ, ഒരു ഇന്റഗ്രേഷൻ ഉണ്ടാവണം. 3, ഇന്റഗ്രേഷൻ ഓഫ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഓഫ് ഡിഫറെന്റ് ഡിസിപ്ലിൻസ്. ഓരോ ഡിസിപ്ലിൻസിലും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലും ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഉണ്ടാവാം. ആ ഡിഫറെന്റ് പെർസ്പെക്റ്റീവുകൾ തമ്മിൽ കണക്ട് ചെയ്യണം എന്നുള്ളതാണ്, ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് 3. 4, എൻക്വയറി ആൻഡ് ഇൻക്വയറി പ്രോസസ്. 2 ഇൻക്വയറി ഉണ്ടോ, ഇൻവോൾവ് പ്രോബ്ലം സോൾവിങ്. അഥവാ നമ്മൾ അന്വേഷണാത്മകമായിട്ട് അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി പഠിക്കുന്ന ഒരു രീതി, അത്തരം ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല്, പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. 5, സ്റ്റുഡൻസ് അക്വയർ നോളജ് ത്രൂ ആക്ടിവിറ്റീസ് ലൈക്ക് കളക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് പ്രസന്റിങ് ഡാറ്റ. റിയൽ ലൈഫ് ഇഷ്യൂനെ എന്ത് ചെയ്യാണ്, കുട്ടികൾ പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെന്നെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അവരത് ഓർഗനൈസ് ചെയ്യുന്നു, അവരത് പ്രസന്റ് ചെയ്യുന്നു, അവരത് സൊല്യൂഷൻ കാണുന്നു, അവരതിനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. 6, പ്രൊവൈഡ് ഹോളിസ്റ്റിക് എക്സ്പീരിയൻസ് ഫോർ സ്റ്റുഡൻസ്, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഒരു കുട്ടി റിയൽ ലൈഫ് ഇഷ്യൂസുമായി നേരിടുമ്പോൾ അല്ലെങ്കിൽ റിയൽ ലൈഫ് ഇഷ്യൂസുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് റിയൽ ലൈഫിലെ ഒരു ഒരു ഉദാഹരണം പറയുകയാണ്, നമ്മളിപ്പോൾ ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ്, നമ്മൾ ഒരു ടീച്ചിങ് പ്രാക്ടീസിന് പോകും, അവിടെ ഒരു റിയൽ ലൈഫ് നമുക്ക് കിട്ടും, റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യും, സോഷ്യലി, ഇമോഷണലി, ഫിസിക്കലി നമുക്ക് ഡെവലപ്മെന്റിന് കാരണമാവും. സോ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഓർ റിയൽ എക്സ്പീരിയൻസസ്, റിയൽ വേൾഡ് പ്രോബ്ലംസിനെ ഡീൽ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ട്രാൻസ് ഡിസിപ്ലിനറി ഇന്റഗ്രേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7, സ്റ്റുഡൻസ് ക്യാരി ഔട്ട് വർക്ക് ഇൻവോൾവിംഗ് കോപ്പറേറ്റീവ് ലേണിംഗ്, ഡെവലപ്പ് സെൽഫ് ഓറിയന്റഡ് ആൻഡ് സോഷ്യൽ സ്കിൽസ് ത്രൂ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് വർക്ക്. അപ്പൊ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, കോഓപ്പറേറ്റീവ് ലേണിംഗ് ഏറ്റെടുക്കും, പരസ്പരം അവർ ഹെൽപ്പ് ചെയ്യും, പരസ്പരം സഹായിച്ച് പല ഡിസിപ്ലിൻസിലുള്ള പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആളുകളുമായിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് അവർ പഠിക്കും. ദെൻ ഡെവലപ്പ് സെൽഫ് ഓറിയന്റഡ് ലേണിംഗ് അല്ലെങ്കിൽ സെൽഫ് ഓറിയന്റഡ് വർക്ക് ആൻഡ് സോഷ്യൽ സ്കിൽ ത്രൂ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് വർക്ക്. അപ്പോൾ അവര് സെൽഫായിട്ടും സോഷ്യലായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ ഉള്ള തരത്തിൽ മിക്സ് ചെയ്തിട്ട് പരസ്പരം ഹെൽപ്പ് ചെയ്ത് പഠിക്കും എന്നുള്ളതാണ് ട്രാൻസ് ഡിസിപ്ലിനറി ഇന്റഗ്രേഷന് മറ്റൊരു പ്രത്യേകത. നമ്മൾ ഇനി ഒരുപാട് മുന്നോട്ട് പോവില്ല. ആ ഒരു നേരത്തെ പറഞ്ഞ 3 ഇന്റഗ്രേറ്റഡ് ഡിസിപ്ലിൻസ് അവിടെ കഴിഞ്ഞു. ഇത് മറ്റൊരു ടൈപ്പ് ഓഫ് കരിക്കുലാണ്. ഓക്കെ, സ്പൈറൽ കരിക്കുലം എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നിനെയാണ് സ്പൈറൽ കരിക്കുലം എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, 1ാം ക്ലാസ് പഠിച്ചു, ആ 1ാം ക്ലാസ് പഠിച്ചതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് 2ാം ക്ലാസ്സിൽ ഉണ്ടാവുക. അപ്പം 2ാം ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് പറയും, ഇത് നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിച്ചുവല്ലോ, അല്ലെങ്കിൽ ഇപ്പോ +2 പഠിക്കുമ്പോൾ പറയും, ഇത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ കണ്ടിരുന്നുവല്ലോ എന്നൊരു ടോൺ അല്ലെങ്കിൽ എന്ന സെന്റൻസുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അതാണ് സ്പൈറൽ കരിക്കുലത്തിലുള്ളത്. സ്റ്റുഡൻസ് റീവിസിറ്റ് എ ടോപ്പിക് ത്രൂ ഔട്ട് ദെയർ കരിയർ. അപ്പം ഒരു ടോപ്പിക് പഠിച്ചു തുടങ്ങിയാൽ എല്ലാ കോഴ്സിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, അതിന്റെ അഡ്വാൻസ്ഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് പോയിന്റ്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. സോ ന്യൂ നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ് ഓവർ പ്രീവിയസ് നോളജ്. എപ്പോഴും പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്തിട്ടാണ് ഒരു കുട്ടി ന്യൂ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു കീ കോൺസെപ്റ്റ്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ട്? നല്ല ബോറായിട്ടുണ്ട്. സ്പൈറൽ കരിക്കുലത്തില് നമുക്കറിയാം, 1ാം ക്ലാസ് കഴിഞ്ഞിട്ട് 2ാം ക്ലാസ്, അപ്പം 1ാം ക്ലാസ്സിന്റെ പ്രീവിയസ് നോളജിൽ നിന്ന് അത് ചെക്ക് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അത് ഒന്ന് തട്ടി ഉണർത്തിയിട്ട് വേണം നമ്മൾ 2ാം ക്ലാസ് പഠിച്ചു കൊടുക്കാൻ.
പിന്നെ അങ്ങനെ കണക്റ്റഡ് ആയി പോകുന്നതാണ് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. ഒരു 10 വർഷം ഒരു കുട്ടി അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൈമറി മീൻസ് ഒരു ബേസിക് എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയാലേ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു കുട്ടി മുഴുവനായിട്ട് പഠിക്കുള്ളൂ. അതാണ് സ്പൈറൽ കരിക്കുലത്തിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഫീച്ചേഴ്സ്, ടോപ്പിക്സ് ആർ റീവിസിറ്റഡ്. എപ്പോഴും പഠിച്ചതിന് ഇങ്ങനെ റീവിസിറ്റ് ചെയ്ത് കൊടുക്കും. കാരണം പ്രീവിയസ് നോളജ്, പ്രിയർ നോളജിൽ നിന്നാണ് ന്യൂ നോളജ് കൺസ്ട്രക്ട് ചെയ്യുക. 2, പ്രസൻസ് ഓഫ് ഇൻക്രീസിംഗ് ലെവൽസ് ഓഫ് ഡിഫിക്കൽട്ടി. ഓരോരോ ക്ലാസ് കഴിയുന്നിടത്തോളം അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരും. 3, ന്യൂ ലേണിംഗ് ഈസ് റിലേറ്റഡ് ടു പ്രീവിയസ് ലേണിംഗ്. എപ്പോഴും ഒരു പുതിയ നോളജ് പഠിക്കണമെങ്കിൽ പഴയ നോളജ് ചെക്ക് ചെയ്ത് അതൊന്നും കൂടി റിമൈൻഡ് ചെയ്തിട്ട് വേണം പുതിയ നോളജ് പഠിക്കാൻ. 4, ദ കോമ്പിറ്റൻസ് ഓഫ് സ്റ്റുഡൻസ് ഇൻക്രീസ്. ഓരോ ക്ലാസ് കഴിയുന്നിടത്തോളം കുട്ടിന്റെ കോമ്പിറ്റൻസ്, കുട്ടിന്റെ സ്കില്ല് അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. കാരണം ഒരു ടോപ്പിക്കിന്റെ എന്ത് ചെയ്യാണ് കുറച്ചുകൂടി ബ്രോഡർ ലെവലിലേക്ക്, കുറച്ചുകൂടി അതിന്റെ ഇന്നർ മീനിങ്ങിലേക്ക്, അതല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടി ലെവലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ 1ാം ക്ലാസ്സിൽ ഇപ്പോ ഇംഗ്ലീഷ് ഭാഷ അതിന്റെ വേർഡ്സ് മാത്രം അല്ലെങ്കിൽ സെന്റൻസ് കൺസ്ട്രക്ഷൻ തുടക്കം മാത്രം പഠിച്ചു, അല്ലെങ്കിൽ LKG UKG വേർഡ്സ് പഠിച്ചു. ഇനി ആ വേർഡ്സ് ഉപയോഗിച്ച് 1ാം ക്ലാസ് LKG UKG ലെറ്റേഴ്സ് പഠിച്ചു, പിന്നെ വേർഡ്സ് ഉണ്ടാക്കുന്നു, അതിന് 10 സെന്റൻസ് ഉണ്ടാക്കുന്നു. ആ സെന്റൻസിനെ കുറച്ചുകൂടി ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴേക്ക് ഒരു ഭാഷന്റെ എല്ലാ ഭാഗവും പഠിച്ചെത്തുന്ന രീതിയാണ് സ്പൈറൽ കരിക്കുലത്തിന്റെ പ്രത്യേകത. വാല്യൂസ് ഓഫ് സ്പൈറൽ കരിക്കുലം. എന്തൊക്കെ മൂല്യങ്ങളാണ് സ്പൈറൽ കരിക്കുലത്തിലുള്ളത്? 1, റീഇൻഫോഴ്സ്മെന്റ് ആണ്. കുട്ടികൾക്ക് ഇങ്ങനെ പഠിക്കണമെങ്കിൽ നിർബന്ധമായും കൊടുക്കേണ്ടതാണ് റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് റീഇൻഫോഴ്സ്മെന്റ്? കേട്ടിട്ടില്ല? എന്തോ? റിപ്പീറ്റ് ചെയ്യുന്നത്. റീഇൻഫോഴ്സ്മെന്റ് മോട്ടിവേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും ഒക്കെ ഉണ്ട്. അഥവാ ഒരു കുട്ടി എന്ത് നല്ലത് ചെയ്തു, നമ്മളൊരു മിഠായി, ഒരു റിവാർഡ് കൊടുക്കൂലേ, അല്ലെങ്കിൽ അവനൊരു സ്ഥാനക്കയറ്റം കൊടുത്ത്, അതൊക്കെ റീഇൻഫോഴ്സ്മെന്റ് ആണ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. നമ്മൾ ഇത് കൊടുക്കൂലേ, മോട്ടിവേഷൻ കൊടുക്കൂല, അപ്രീസിയേഷൻ മോട്ടിവേഷൻ കൊടുക്കുമല്ലോ, അതിന്റെ വേറെ മറന്നുപോയി. ഓക്കെ, കുഴപ്പമില്ല. സോ റീഇൻഫോഴ്സ്മെന്റ് ആണ് 1. സ്റ്റുഡൻസ് കണ്ടിന്യൂസ്ലി വിസിറ്റ് ഓൺ പ്രീവിയസ്ലി ലേൺഡ് ലെസൺസ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? റീഇൻഫോഴ്സ് കൊടുക്കണം എന്നാ പറയണേ. മുന്നേ പഠിച്ചുവല്ലോ എന്ന് പറഞ്ഞു പോയാൽ പോരാ, അതും ജസ്റ്റ് ചെക്ക് ചെയ്യാനും അതിലേക്ക് ഒന്നുകൂടി പോയി നോക്കാനൊക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ നമ്മൾ കൊടുക്കണം. 2, മൂവിങ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. ഇതിന് വേറൊരു പ്രത്യേകതയാണ്. ആദ്യം സിമ്പിളായി പഠിക്കും, പിന്നെ കോംപ്ലക്സ് ആയിട്ട് ഇങ്ങനെ പോകും. 3, ഇന്റഗ്രേഷൻ ആണ്. സോ ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ കോഴ്സസ് ആൻഡ് ഡിസിപ്ലിൻസ്. ഓരോരോ ക്ലാസ് കഴിഞ്ഞിടത്തോളം ഇപ്പൊ 1 കഴിഞ്ഞ് 2 അല്ലെങ്കിൽ LP കഴിഞ്ഞ് UP, ആ LPയുമായിട്ട് എന്ത് ചെയ്യും? കണക്ഷൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഓക്കെ, പല കോഴ്സുകളും പല ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കും. ഒരു കുട്ടി ഡിഗ്രി വരെ പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ BA ഇംഗ്ലീഷ് പഠിക്കണം, അങ്ങനെയാണെങ്കിൽ +2 ഇംഗ്ലീഷ്, അതിന്റെ കണ്ടിന്യൂഷൻ ബാക്കി അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. 4, ലോജിക്കൽ സീക്വൻസ് ആണ്. അഥവാ ഒരു ലോജിക്കൽ സീക്വൻസ്, ഒരു ഓർഡർ ഉണ്ടാവുന്നതാണ്. അഥവാ കുട്ടി തുടക്കത്തിൽ എന്ത് പഠിക്കണം, LPയിൽ എന്ത് പഠിക്കണം, UPയിൽ എന്ത് പഠിക്കണം, ഹൈസ്കൂളിൽ എന്ത് പഠിക്കണം, ഹയർ സെക്കൻഡറി എന്ത് പഠിക്കണം, ഇങ്ങനെയുള്ള ഒരു ലോജിക്കൽ സീക്വൻസ് ഉണ്ടാവും. 5, ഹയർ ലെവൽ ഒബ്ജക്റ്റീവ്സ് ആണ്. അഥവാ കുട്ടിക്ക് കൃത്യമായി എന്ത് പഠിക്കണം എന്നുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ്, അത് ഹയർ ലെവൽ ഒബ്ജക്റ്റീവ് ഉണ്ടാവുക. കാരണം വെച്ചാൽ അതിങ്ങനെ ഓരോരോ ക്ലാസ് കഴിയുന്നിടത്തോളം ഇങ്ങനെ ആ ഒബ്ജക്റ്റീവിന്റെ സ്റ്റാൻഡേർഡ് കൂടി വന്നുകൊണ്ടിരിക്കും. 6, ഫ്ലെക്സിബിലിറ്റി ആണ്. അലോ സ്റ്റുഡൻസ് മൂവ് ഫ്രം വൺ ഫേസ് ടു അനദർ. ദാറ്റ് മീൻസ് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക്, ഒരു ടോപ്പിക്കിൽ നിന്ന് വേറെ ടോപ്പിക്കിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള ഒരു അവസരം കുട്ടികൾക്ക് ഉണ്ടാകും. ദാറ്റ് മീൻസ് 1ാം ക്ലാസ് അതിന്റെ വേറൊരു ഭാഗമാണ് 2ാം ക്ലാസ് ഉണ്ടാവുക, വേറൊരു ഫേസ് അല്ലെങ്കിൽ വേറൊരു ഭാഗമാണ് 3ാം ക്ലാസ്. ഇങ്ങനെ പല ഫേസസ് ആയിട്ട് നമുക്ക് അതിനെ മാറും. അഡ്വാൻറ്റേജസ് ഓഫ് സ്പൈറൽ കരിക്കുലം. 1, ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് ലേണിംഗ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ഡെവലപ്പിംഗ് കോഗ്നിറ്റീവ് സ്കിൽസ്. കുട്ടികൾക്ക് എങ്ങനെയാണ് ലേണിങ്ങിനെ ഇംപ്രൂവ് ചെയ്യേണ്ടത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കരിക്കുലം ഇങ്ങനെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് വരിക. അത് അവരുടെ കോഗ്നിറ്റീവ് സ്കില്ലിനനുസരിച്ച്, അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഓരോരോ ഭാഗങ്ങളാണ് സ്പൈറൽ കരിക്കുലത്തിൽ ഉണ്ടായിരിക്കുക. 2, പ്രിയർ നോളജ് ഈസ് സെൻട്രൽ ടു ലേണിംഗ്. അഥവാ
പ്രീവിയസ് നോളജ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് മറക്കാൻ പാടില്ല. ഇപ്പൊ മാത്സ് ഒക്കെ കണ്ടില്ലേ, നമ്മളിപ്പോ 1ാം ക്ലാസ് പഠിച്ചിട്ട് ബാക്കി 2 അങ്ങനെ ഇങ്ങനെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി തന്നെ പോകണം. ഒരാൾ നേരിട്ട് 10ാം ക്ലാസ് ഒന്നും ചെയ്യാൻ കഴിയില്ല. സോ അതേപോലെ 3 സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ഒക്കെ. ദാറ്റ് മീൻസ് സ്പേസ് ഔട്ട് ദ ലേണിംഗ് ടാസ്ക് അറ്റ് സ്പെസിഫിക് ഇന്റർവൽ ഓഫ് ടൈം. ഓരോന്നിങ്ങനെ കഴിഞ്ഞ് അതിലൊരു ഇന്റർവൽ ഉണ്ടാവും, സ്പേസ് ഉണ്ടാവും, ഒരു കൃത്യമായ സമയം ഉണ്ടാകും, അല്ലെങ്കിൽ അതിനൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് കുട്ടികൾക്ക് എല്ലാം കൂടി ഒന്നിച്ച് പഠിക്കണ്ട, ഓരോന്ന് കുറച്ച് പഠിക്കാം. അതിനിടയിലൊക്കെ നമുക്കൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ സ്പേസ് കിട്ടും. 4 ടീച്ചേഴ്സ് ഫോക്കസ് ഓൺ സ്ട്രക്ചറിങ് വർക്ക് ടു ഫോളോ ലോജിക്കൽ പ്രോഗ്രഷൻ. കുട്ടിന്റെ ലോജിക്കലി എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്ത് വരേണ്ടത് എന്നാണ് ടീച്ചേഴ്സ് ഫോക്കസ് ചെയ്യുക. സോ ടീച്ചേഴ്സ് പോസ് ആൻഡ് റിഫ്ലക്ട് ഓൺ വാട്ട് പ്രിയർ നോളജ് ഈസ് റിക്വയർഡ്. ഓരോ സമയത്ത് ടീച്ചർ പറയും, ഇതിന് ഇന്ന നോളജ് വേണം, ഇതിന് ഇന്നത് കൂടി നമ്മൾ അറിയണം, ഇത് ഓർക്കുക, ഇതൊന്നുകൂടി ചിന്തിച്ച് നോക്കൂ എന്ന് ടീച്ചർ ഇങ്ങനെ പറഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ പോസ് ഇട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായിരിക്കും സ്പൈറൽ കരിക്കുലത്തിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പൊ ഓരോ സമയത്ത് ടീച്ചറെ സംബന്ധിച്ച് പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യണം, പ്രീവിയസ് നോളജ് കുട്ടികൾക്ക് റിമൈൻഡ് ചെയ്യണം, എന്നിട്ട് വേണം ന്യൂ നോളജ് പ്രൊവൈഡ് ചെയ്യാൻ. ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന് ടൈം കൺസ്യൂമിംഗ് ആണ്. എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ മുന്നേ പഠിച്ചതൊക്കെ ടീച്ചർ എന്ത് ചെയ്യണം, റിമൈൻഡ് ചെയ്യണം. അപ്പൊ ഒരുപാട് സമയം പോകും. 2 കരിക്കുലം ക്രൗഡിങ് ആണ്. കാരണം കുറച്ച് കണ്ടന്റ് കരിക്കുലത്തിൽ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സിലബസിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് പറയണമെങ്കിൽ മുന്നേ പറഞ്ഞതൊക്കെ കുട്ടിക്ക് അറിയണം. സോ ക്രൗഡഡ് ആണ്, കുറച്ചുകൂടി ഓവർ ക്രൗഡഡ് ആയിരിക്കും കരിക്കുലം. 3 ഇറലവൻസ് ഫോർ ഷോർട്ട് ടേം ആൻഡ് ക്രാഷ് കോഴ്സ്. ഒരു ചെറിയ ഷോർട്ട് ടൈം കോഴ്സും ക്രാഷ് കോഴ്സും ഇങ്ങനെ പ്രീവിയസ് നോളജ് ഒരുപാട് കൊടുത്ത് ന്യൂ നോളജ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. 3 ഡിസഡ്വാൻറ്റേജുകൾ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സ്ക്രീനിൽ കാണുന്നത്? ആക്ച്വലി ഇതെന്ന് വെച്ചാലേ കുറെ ഒരേപോലെയുള്ള ടോപ്പിക്കുകളും ഇതൊക്കെ വരും. ഇനി ടൈപ്സ് ഓഫ് കരിക്കുലം ഒരു പക്ഷെ ഇനിയും വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇനിയും ടൈപ്സ് ഓഫ് കരിക്കുലങ്ങൾ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ കാര്യമായിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ടായിരിക്കും നോക്കേണ്ടി വരിക. ഇതിൽ നിങ്ങൾക്ക് ക്ലാസ് റൂം അപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. ഓക്കെ, കുറവാണ് മീൻസ് ഇത് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല പറയുന്നത് കേട്ടോ. പക്ഷെ നമ്മളിപ്പോ ഇത് പഠിച്ച് ഇങ്ങനെ റിയൽ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ അപ്ലൈ ചെയ്യാനോ നിങ്ങളുടെ ടീച്ചിങ് സ്കില്ലിലേക്കുള്ള സാധനങ്ങളോ അല്ല. ഇറ്റ് ഈസ് തിയറിറ്റിക്കൽ ആൻഡ് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കുകളെ കൺസിഡർ ചെയ്യുന്നത് നന്നാകും എന്നൊരു അഡ്വൈസ് ഉണ്ട്. സോ എനിവേ, വളരെ ക്ഷമയോടുകൂടി കാത്തിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു യൂണിറ്റിന്റെ ഏകദേശം പകുതി മാത്രം ആയിട്ടുള്ളൂ. ബാക്കി പകുതി അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. സോ താങ്ക്സ് എല്ലാവർക്കും നന്ദി.